കോൺഗ്രസിന് ഇപ്പോൾ ഒരു വമ്പൻ തിരിച്ചടി ലഭിച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അതായത് ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമ്മയെ മോശമായി ചിത്രീകരിക്കുക, റാലിയിൽ പ്രധാനമന്ത്രിയുടെ അമ്മയെ പച്ചത്തെറി വിളിക്കുക, ഇതിനെല്ലാം തന്നെ ഇപ്പോൾ പട്ന ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ്. പോരാത്തതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമ്മയുമായി ചേർത്ത് ക്രിയേറ്റ് ചെയ്ത ഒരു AI വീഡിയോയാണ് കോൺഗ്രസ് അവിടെ പ്രചരണ ആയുധമായി ഉപയോഗിച്ചിരുന്നത്. യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രി കിടന്നുറങ്ങുമ്പോൾ പ്രധാനമന്ത്രിയുടെ അമ്മ വന്ന് നരേന്ദ്രമോദിയെ ശകാരിക്കുന്നതാണ് ഈ AI വീഡിയോയിലൂടെ കോൺഗ്രസ് പുറത്തുവിട്ട് ദൃശ്യാവിഷ്കാരം നടത്തിയിരുന്നത്. ഇപ്പോഴിതാ പട്ന ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ഈ വീഡിയോ ഇനി ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ പോലും, അതായത് രാജ്യത്തെ ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ പോലും കാണാൻ പാടില്ല, എങ്കിൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്നാണ് കോൺഗ്രസിനോട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കോൺഗ്രസ് പല്ലും നഖവും ഉപയോഗിച്ച് ഇതിനെല്ലാം എതിർക്കാൻ ശ്രമിക്കുകയാണെങ്കിലും ഇപ്പോൾ കോടതി ഇവർക്ക് ശക്തമായിട്ടുള്ള മറുപടി കൊടുത്തിരിക്കുകയാണ്. കോടതി വലിയ തിരിച്ചടിയാണ് കോൺഗ്രസിന് കൊടുത്തിരിക്കുന്നത്. വൻ തിരിച്ചടി നൽകിയ പട്ന ഹൈക്കോടതിയുടെ ഈ വിധിയിൽ അന്താളിച്ച് നിൽക്കുകയാണ് കോൺഗ്രസ്. എന്തായാലും ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഏജൻസിയുടെ സഹായത്തോടെ നിർമ്മിച്ചത് ഇല്ലാതാക്കണം, ആ വീഡിയോ ഇല്ലാതാക്കണമെന്നാണ് കോൺഗ്രസിനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചത്. എന്തായാലും വേറൊരു റിപ്പോർട്ട് പുറത്തു വരുന്നത് ഹൈക്കോടതി കോൺഗ്രസിനെ ശാസിക്കുകയും ചീഫ് എക്സിക്യൂട്ടീവ് ജസ്റ്റിസ് ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇനി കണ്ടു കഴിഞ്ഞാൽ കോടതി ഇതല്ല പറയുന്നത്, ഇതിനപ്പുറമായിരിക്കും കോടതി ചെയ്യുന്നത് എന്ന കൃത്യമായിട്ടുള്ള ഒരു താക്കീതാണ് ഇപ്പോൾ കോൺഗ്രസിന് നൽകിയിരിക്കുന്നത്. അതേസമയം ബീഹാറിൽ ഈ വീഡിയോ ഉണ്ടാക്കിയ ഓളം അത് യഥാർത്ഥത്തിൽ BJPക്കാണ് ഏറ്റവും വലിയ ഗുണകരമായി മാറിയത് എന്നുള്ള സർവേകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് ബീഹാറിൽ മരണപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമ്മയെ കോൺഗ്രസ് അവഹേളിച്ചു എന്ന് പറഞ്ഞ BJP വലിയ രീതിയിലുള്ള ഒരു നീക്കമാണ് ജനങ്ങൾക്കിടയിൽ നടത്തിയത്, ഒരു മൂവ്മെൻ്റാണ് ജനങ്ങൾക്കിടയിലേക്ക് നടത്തിയത്. ഇപ്പോൾ BJPയുടെ ആഭ്യന്തര സർവേ പ്രകാരം ഈ നീക്കം വളരെ വലിയ വിജയമാണ് അവിടെ കണ്ടിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ ലഭിക്കുന്നു. ബീഹാറിൽ കോൺഗ്രസിൻ്റെ ഒരു തരത്തിലുള്ള ഉഡായ്പകളും മുന്നിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.